ഇങ്ങനത്തെ ചെരുപ്പൊക്കെ എത്ര? മക്കളൊരു ഫോട്ടോ എടുത്തോണ്ട് പോകും. അത് കടയിരിക്കണം അമ്മൂമ്മേരി എന്ന് പറഞ്ഞാൽ. ഓക്കെ. അമ്മൂമ്മ പല്ലും തള്ളി ഇരിക്കണം. അല്ല, സുന്ദരിയാണ് അമ്മൂമ്മ. സുന്ദരിയാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു വെറൈറ്റി വ്ലോഗായിട്ടാണ്. വേറൊന്നുമില്ല, ആറ്റിങ്ങൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ആറ്റിങ്ങൽക്കാർക്ക് അറിയാം നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് വർഷം പഴക്കമുണ്ട്. പണ്ടത്തെ ആറ്റിങ്ങൽ കലാപ കാലഘട്ടത്തിലും പിന്നെ അഞ്ചുതെങ്ങ് കോട്ടയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഈ ഒരു ചന്ത നിലവിൽ വന്നതെന്നാണ് ഗൂഗിൾ ദേവത പറയുന്നത്. ഇനി ഗൂഗിൾ ദേവത പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും എൻ്റെ കുഞ്ഞിലെ മുതലേ കാണുന്നതാണ്. അമ്മയോടൊപ്പം പണ്ട് ഇടയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ചന്തയിൽ വരാറുണ്ട്. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ വരെ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതുമല്ല, ഈ ഒരു ചന്തയിലൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് ഞാനും ചേച്ചിയും കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഒരു ചേരി പോലെ വളരെ ഇടുങ്ങിയ ഒരു മാർക്കറ്റാണ് ഈ ഒരു ആറ്റിങ്ങൽ ചന്ത എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ചന്തയ്ക്കകത്ത് കയറി കുറച്ച് ദൂരം മുന്നോട്ടേ പോയപ്പോൾ കുറച്ചധികം തിരക്ക് കണ്ട ഒരു കട, ഒരു ചെരുപ്പ് കട. അങ്ങനെ ഞാനും ചേച്ചി അവിടെ നിന്നിട്ട് എന്താ അവിടെ സെലക്ഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്നരിച്ച് പറക്കി നോക്കുമ്പോൾ ചിലതൊക്കെ കമ്പനി ചെരുപ്പുകളായിരുന്നേ. ഇവിടെ അവർ ചെരുപ്പിന് 200 മുതൽ 260, 250 രൂപയൊക്കെയാണ് റേറ്റ് ഇടുന്നത്. ഒരുപാട് നല്ല വേറെ മോഡൽ ചെരുപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇതിലെന്താ ഇത്ര പുതുമ, എല്ലാവരും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫാൻസി മോഡൽ ചെരുപ്പൊക്കെ അവിടെ വെച്ച് തന്നെ അവർ തുന്നിത്തരും. അതാവുമ്പോൾ വേഗമൊന്നും പൊട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം തിരക്കും ആൾക്കാരും ആ ഒരു കടയിൽ. അങ്ങനെ ചെരുപ്പ് വീക്ഷണത്തിന് ശേഷം തൊട്ടടുത്ത ഫാൻസി സ്റ്റോറിൽ ഞങ്ങൾ കയറി. അവിടെ ചില സാധനങ്ങൾക്കൊക്കെ ഏതെടുത്താലും 10 എന്ന ഓപ്ഷനാണ് അവിടുത്തെ അങ്കിൾ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചത്. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് ബണ്ണും ക്ലിപ്പുകളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങി. അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ ഈ ഒരു ചന്തയിൽ വരുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പോയി മീനൊന്നും നോക്കാണ്ട് ആരും തിരിച്ചു പോകാറില്ല. അങ്ങനെ ഇത്തവണ പോയപ്പോഴും ഞാൻ ചേച്ചീനെയും കൊണ്ട് എന്തൊക്കെയാണ് മീനുകളെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോയി. അമ്മൂമ്മേരെ ഫോട്ടോ ചില്ലിട്ട് വെക്കാം. അമ്മൂമ്മ പല്ലും തള്ളി ഇരിക്കണം. അല്ല, സുന്ദരിയാണ് അമ്മൂമ്മ. സുന്ദരിയാണ്. ഓ. മക്കളൊരു ഫോട്ടോ എടുത്തോണ്ട് പോകും. അത് കടയിരിക്കണം അമ്മൂമ്മേരി എന്ന് പറഞ്ഞാൽ. ഓക്കെ. അമ്മൂമ്മേരെയും കൂടെ എടുത്തോ. ആ അമ്മുമ്മേരയിൽ പയറുണ്ട്. ഈ അമ്മുമ്മേരയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫാൻസി ഉണ്ട്, പൊട്ടുണ്ട്, എന്തോന്നൊക്കെ ഉണ്ട് അമ്മ തന്നെ പറ. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എന്നെ കൊണ്ടുപോയാൽ ജോലിയാവും. അങ്ങനെ മീനൊക്കെ നോക്കാൻ പോകുന്ന വഴിക്കാണ് ഈ അമ്മുമ്മയെ കണ്ടത്. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, മീൻ കച്ചവടക്കാരൊക്കെ വളരെ കുറവാണ്. പണ്ടാണെങ്കിൽ ആ ഒരിടം നിറയെ മീൻ കച്ചവടക്കാരാണ്. നമ്മളിങ്ങനെ ചുറ്റി നടന്ന് നോക്കി വേണം മീനൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട്. ഇപ്പോൾ ആകെ 2-3 പേരെ ഞാൻ അവിടെ കണ്ടുള്ളൂ. കൂടുതലും പ്രായം ചെന്ന അമ്മൂമ്മമാരായിരുന്നു അവിടുത്തെ കച്ചവടക്കാരായിട്ട് ഞാൻ കണ്ടത്. വീട്ടിൽ വന്ന് വീഡിയോസൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ അമ്മയൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ചന്തയ്ക്ക് വലിയ പുരോഗമനമൊന്നും ഞാൻ കാണുന്നില്ല. പുതിയ മുഖങ്ങളൊക്കെ വന്ന് കാണും, പുതിയ കച്ചവടക്കാരും ആയി കാണും. പക്ഷേ ആ ഒരു സെറ്റപ്പൊക്കെ പഴയ പോലെ തന്നെ ആയിരുന്നേ. ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മഴ പെയ്താലൊക്കെ ഉള്ള അവസ്ഥയെന്ന്. സാധനങ്ങളിലൊന്നും വെള്ളം വീഴാണ്ട് കുഴപ്പമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആറ്റിങ്ങൽ ചന്ത കണ്ടവർക്കറിയാം, ഈ മഴ പെയ്താൽ ഒഴുകി പോകുന്ന വെള്ളമെല്ലാം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളക്കെട്ട് അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ചന്തയുടെ അവസ്ഥ. എനിക്ക് തോന്നുന്നു മഴ കാരണമാണോ എന്നറിയില്ല, കുറച്ച് കടകളൊക്കെ ഇന്ന് അടവായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളും പിന്നെ കിഴങ്ങൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും കിഴങ്ങെന്ന് തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല, കപ്പ എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ പൊതുവേ കിഴങ്ങെന്നാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വ്ലോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം ട്രൂലി.